സംസ്ഥാനത്ത് മഴയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ വലിയ രീതിയിൽ അതിതീവ്ര മഴയെന്ന് പറയേണ്ട എങ്കിൽ കൂടിയും നല്ല രീതിയിൽ തന്നെ മഴ തുടരുകയാണ്. കണ്ണൂരും കാസർഗോഡും ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തീരദേശങ്ങളിൽ കടലാക്രമണം അതിരൂക്ഷമാണ്. ഒപ്പം ഇന്ന് കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനീഷ് ശരിയാണ്. വിനീഷ്, കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന അതിശക്തമായ മഴ, ഇടയ്ക്ക് എപ്പോഴോ ഒരു ചെറിയ നേരിയ ശമനം മാത്രം ഉണ്ടായെങ്കിൽ കൂടിയും അതുണ്ടാക്കിയിട്ടുള്ള കെടുതികളും ജനജീവിതത്തെ ബാധിച്ചിരിക്കുന്ന രീതിയും ഒന്നും ഒട്ടും ചെറുതല്ല. ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു അലർട്ടുകൾ എങ്ങനെയൊക്കെയാണ്? സ്വപ്ന, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. അതിനുശേഷം കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ടാണ്. പക്ഷേ ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്നലെ പകലും അതുപോലെ തന്നെ നമുക്കറിയാം ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു. കാരണം 6 മരണം ഇന്നലെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴും കൊട്ടിയൂരിൽ തീർത്ഥാടനത്തിനെത്തിയ ഒരു യുവാവിനെ കാണാതായിരുന്നു. 2 പേരിൽ ഒരാൾ രക്ഷപ്പെടുത്താനുള്ള ശ്രമം അല്ലെങ്കിൽ അയാൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ കടലാക്രമണം രൂക്ഷമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് മേഖലയിലെല്ലാം തന്നെ ഇന്നലെ കടലാക്രമണം കാരണം പല വീടുകളിലും വെള്ളം കയറുന്ന ഒരവസ്ഥയുണ്ടായി. ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ, സംസ്ഥാനത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ 68 ദുരിതാശ്വാസ ക്യാമ്പ്, 68 കുടുംബങ്ങളാണിപ്പോൾ 12ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഒപ്പം തന്നെ ബാണാസുര സാഗർ അണക്കെട്ട് തുറക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അതിൻ്റെ അലർട്ടിൻ്റെ ഒപ്പം തന്നെ വെള്ളം എത്തിയിട്ടുണ്ട്. ആ ഒരു റെഡ് അലർട്ട് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഉടൻ തന്നെ അതിൻ്റെ ഒരു അറിയിക്കും എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് KSEB അറിയിച്ചിട്ടുള്ളത്. അതായത് അണക്കെട്ട് തുറക്കുന്ന മുറയ്ക്ക് അതിന് മുമ്പ് തന്നെ കൃത്യമായ മുന്നറിയിപ്പ് നൽകും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും മഴ ഇപ്പോൾ അല്പം കുറവ്. പക്ഷേ ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴ, പ്രത്യേകിച്ച് മലയോര മേഖലയിലെല്ലാം തന്നെ ശക്തമായ മഴയുണ്ട്. ഒപ്പം തന്നെ മണ്ണിടിച്ചിൽ, ചില ഭാഗങ്ങളിലെ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്ന് അതിശക്തമായ മഴ തീരദേശ മേഖലയിലും ഒപ്പം മലയോര മേഖലയിലും നല്ല രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം എല്ലാവരും പുലർത്തണം. നല്ല മഴയാണ്, സൂക്ഷിച്ച് പുറത്തിറങ്ങുക.